ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി സ്വന്തമാക്കിയ ചാമ്പ്യൻസ് ട്രോഫി എടുക്കാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറന്നുപോയാൽ എന്താണ് ചെയ്യുക? സംഭവം കേൾക്കുമ്പോൾ കെട്ടുകഥ പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഫൈനൽ ട്രോഫി നേടിയ രോഹിത് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സമയം മാധ്യമങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് മറുപടി പറഞ്ഞു. വിരമിക്കലിനെക്കുറിച്ച് അറിയാനായിരുന്നു മാധ്യമങ്ങളുടെ തിരക്ക്. എന്നാൽ താനിപ്പോൾ വിരമിക്കുന്നില്ല എന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും രോഹിത് പറഞ്ഞു. നിർണായകമായ ഫൈനലിൽ 83 ബോളുകൾ നേരിട്ട രോഹിത് 76 റൺസ് എടുത്ത് ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. എല്ലാം കൊണ്ടും ആവേശത്തിലായിരുന്ന രോഹിത് വാർത്താസമ്മേളനം കഴിഞ്ഞ് പതിവ് ശൈലിയിൽ എണീറ്റ് പോയി. ചാമ്പ്യൻസ് ട്രോഫിയുമായി വാർത്താസമ്മേളനത്തിനെത്തിയ താരം ട്രോഫിയില്ലാതെ മടങ്ങി. കൂടെയുണ്ടായിരുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് രോഹിത് മറന്നുവെച്ച ട്രോഫി എടുത്തുകൊണ്ട് പോയത്. ഫൈനലിന് ശേഷം രോഹിത് നാട്ടിൽ മടങ്ങിയെത്തിയെങ്കിലും ചില താരങ്ങൾ അവധി ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. T20 ലോകകപ്പ് നേടിയ ടീമിന് തുറന്ന ബസ്സിൽ നൽകിയ പോലുള്ള സ്വീകരണങ്ങൾ ഇത്തവണ ഉണ്ടാവില്ല. നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന താരങ്ങൾ IPL ഫ്രാഞ്ചൈസികൾക്കൊപ്പം ചേരും. മാർച്ച് 22-നാണ് IPL മത്സരങ്ങൾ ആരംഭിക്കുന്നത്.